കണ്ണൂർ എയർപോർട്ടിൻ്റെ ആവശ്യത്തിന് കവിഞ്ഞുള്ള ലാൻഡുകൾ എക്വയർ ചെയ്ത് വെച്ചതിന് തന്നെ ഒരു വലിയ ഉദ്ദേശമുണ്ട്. ഒരു 1/4 നൂറ്റാണ്ട് മുമ്പ് കണ്ണൂരിലെ നമ്മൾ ആളുകളെ കൊന്നൊടുക്കിയ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അതൊരു സ്വപ്നം, ഇപ്പം ഒരു സ്വപ്നമായിട്ട് കാണാം. പക്ഷേ അത് സ്വപ്നമല്ല, അത് യാഥാർത്ഥ്യമാകും, സമയമെടുക്കും. എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിരൂപ് മുണ്ടയാടൻ, നമുക്കറിയാം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ CEO ആണ്. അദ്ദേഹത്തോട് ചോദിക്കാൻ ഒരു കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ പോയാൽ അവിടെ GCC കൺട്രീസിന് അറബികൾക്കായിട്ടൊരു ഡെസ്ക് തന്നെയുണ്ട്. അവിടെ നിങ്ങൾ എൻട്രൻസ് കയറി ആദ്യം ഇവിടെ ഷിഹാം എന്ന് പറഞ്ഞ ഒരാളാണ് അതിൻ്റെ കോർഡിനേറ്റർ ആയിട്ടുണ്ടായിരുന്നത്. അറബികൾ ട്രീറ്റ്മെൻറ്റായിട്ട് കോഴിക്കോടേക്ക് വരുന്നുണ്ട് ഒത്തിരി. ഇപ്പോൾ മൈത്രേ ചെന്നാലും ബേബി ചെന്നാലും എല്ലാം നമുക്ക് ആരെ കാണാം, ഈ അറബ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഒത്തിരി വലിയ വ്യവസായ പ്രമുഖരൊക്കെ ചികിത്സ തേടി അങ്ങോട്ട് വരും. നമുക്ക് ഉണ്ടാക്കി തരുന്ന നമുക്ക് ഒത്തിരി തൊഴിൽ സാധ്യതകൾ അതിലൂടെ ഉണ്ടാകുന്നുണ്ട്. നമുക്കിവിടെ ബേബി ഉൾപ്പെടെ ഇപ്പം വന്നിട്ടുണ്ട്. ഈ ആരോഗ്യരംഗത്ത് ഈ എയർപോർട്ടിൻ്റെ നിലവിലുള്ള ഗുണവും അതിൻ്റെ പരിമിതിയും നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ഒന്ന് നിരൂപിൽ നിന്നറിയാം. എന്തായാലും സന്തോഷം, ഇതുപോലത്തെ ഒരു പാനലിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും സംസാരിക്കാൻ സാധിച്ചതിലും. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ടതും കണ്ണൂർ പെരുമായിട്ട് ബന്ധപ്പെട്ടാണ്. കണ്ണൂരിൽ തന്നെ ജനിച്ചു വളർന്നൊരു പ്രൊഫഷണൽ എന്ന രീതിയിൽ ഇതിന് മുമ്പിലിരിക്കാനുള്ള സന്തോഷം ആദ്യം പങ്കുവെക്കട്ടെ. എന്തായാലും മധുവേട്ടനും നവാസ് സാറും ഹസൻ കുഞ്ഞി സാറൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. എയർപോർട്ടിൻ്റെ കണ്ണൂരിൻ്റെ ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ ഒരു 2000 മുതൽ പറയുകയാണെങ്കിൽ, നേരത്തെ നമ്മൾ പാനൂരിൻ്റെ കഥകൾ പറഞ്ഞാൽ തുടങ്ങിയത്. പാനൂരിൻ്റെ കഥകളിൽ കണ്ണൂർക്കാരെന്നുള്ള രീതിയിൽ വളരെ ദയനീയമായിട്ട് ഒരു സമൂഹത്തിന് മുമ്പിൽ ഇരിക്കേണ്ട കാലം ഉണ്ടായിരുന്നു 2000-കളിൽ. അതിനുശേഷം ഞാൻ എയർപോർട്ടിലേക്ക് വരാം. അതിൻ്റെ പ്രധാന കാര്യങ്ങൾ, ഞാൻ എൻ്റെ കരിയർ തുടങ്ങുന്നത് ആദ്യം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എറണാകുളം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലാണ് പണ്ട് ഇവിടെ വെട്ടുകൾ കഴിഞ്ഞ് എടുത്തുകൊണ്ടുവന്ന് മെഡിക്കൽ ട്രസ്റ്റിലായിരുന്നു. പോകുന്ന വഴിക്ക് ജയരാജ സഖാവ്, പിന്നെ വേറെ സ്ഥലമായിരുന്നു, അത് വേറെ കാര്യം, സ്പെഷ്യാലിറ്റി. ആ പോകുന്ന വഴിക്ക് നോർത്തിൽ കിടക്കുന്ന ഒരു ആശുപത്രിയാണ്. ഇവിടെ തന്നെ പോകാൻ ഉദ്ദേശിച്ചിട്ടാണ് പോയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിൻ്റെ ശ്വാസം മുട്ടൽ വന്നിട്ട് മറ്റേ ആശുപത്രി പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ എൻ്റെ അടുത്ത് ഡയറക്ടർ പ്രാവശ്യം വിളിച്ചിട്ട് പറഞ്ഞു, നല്ലോണം കുറേ വെട്ടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ, ഒരു കാര്യം ചെയ്യൂ, നീ ഉടനെ തന്നെ ഒന്ന് IMA മീറ്റിങ്ങുകൾ കണ്ണൂരും തലശ്ശേരിയും നടത്തിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കച്ചവടം പിടിക്കാനാണ്, ഇതൊരു വ്യവസായം കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, ഇത് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ സാധനമാണ്, ഇത് പുതിയൊരു പുതുമയല്ല എന്നും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അന്ന് ട്രെയിന് പിടിച്ച് കണ്ണൂരേക്ക് വരുന്നു. കണ്ണൂരേക്ക് വന്നിട്ട് IMAയുടെ മീറ്റിംഗ് നടത്തുന്നു. നല്ല പ്ലാസ്റ്റിക് സർജൻ അവൈലബിൾ ആണ്. അന്ന് ഇവിടെ പ്ലാസ്റ്റിക് സർജൻ ഇല്ല. കോഴിക്കോട് മംഗലാപുരത്ത് നല്ല പ്ലാസ്റ്റിക് സർജൻസ് അവൈലബിൾ അല്ല, കൊച്ചിയിൽ മാത്രമാണ് പോകുന്നത്. അപ്പോൾ ഈ മീറ്റിങ്ങൊക്കെ നടത്തിയ ഒരു കാലഘട്ടത്തിന് ഓർമ്മിച്ചു പോയതാണ്. നേരത്തെ പാരൂരിൻ്റെ കഥകൾ പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ഇതുപോലത്തെ ഓർമ്മകളാണ്. ഒന്ന്. രണ്ടാമത്തത്, ഈ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ഹെൽത്ത് ടൂറിസം എന്ന് പറഞ്ഞ വലിയൊരു ഏരിയ ഉണ്ട് അതിനകത്ത്, വളരെ വലിയ ഏരിയയാണ്. അത് ഹെൽത്ത് ടൂറിസത്തിൽ ഇപ്പോൾ കേരളത്തിൽ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന്, ഇന്ത്യയിൽ വരുന്ന ഹെൽത്ത് ടൂറിസം അല്ലെങ്കിൽ ഹെൽത്ത് ടൂറിസ്റ്റുകളുടെ ഒരു 3% കൂടുതൽ, 3-4% കൂടുതൽ നമുക്ക് കാറ്റർ ചെയ്യാനേ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിൽ മെജോറിറ്റി കാറ്റർ ചെയ്യുന്നത് പ്രത്യേകിച്ച് എറണാകുളം പോലത്തെ സ്ഥലങ്ങളാണ്. നേരത്തൊക്കെ ഉണ്ടായിരുന്നത് കുറച്ചും കൂടി ഈ മാലി പോലത്തെ സ്ഥലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമായിരുന്നു. ഇപ്പോൾ എറണാകുളത്തേക്കാണ് ഹബ്ബായിട്ട് വന്നത്. രണ്ടാമത്തെ സ്ഥലങ്ങളിലൊന്ന്, നേരത്തെ മധുട്ടാത സൂചിപ്പിച്ച സാധനം വളരെ ശക്തമായൊരു കാര്യമാണ്. നമ്മൾ ഈ ഗൾഫ് കൺട്രിയിൽ നിന്നുള്ള ഈ അറബിക് നാഷണാലിറ്റി പ്രത്യേകിച്ച് വന്നിരുന്ന ഒമാനിൽ നിന്നാണ് വന്നിരുന്നത്. ഒമാനിലേക്കാണ് ഈ പ്രത്യേകിച്ച് കോഴിക്കോടേക്ക് ആൾക്കാർ വന്നിരുന്നത്. അപ്പോൾ ഈ കണ്ണൂരിൽ ഞങ്ങൾ വലിയ പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ. ഇപ്പോഴും നമുക്ക് ആ ലെവലിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഒന്ന് കണക്ടിവിറ്റി തന്നെയാണ് പ്രശ്നം. ഈ പോയിന്റ് ഓഫ് കോളിൻ്റെ പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞത്, ഈ ഗൾഫ് കൺട്രിയിൽ നിന്ന് മാത്രം ഫ്ലൈറ്റ് കിട്ടിയതുകൊണ്ട് ആക്ച്വലി കണ്ണൂരിലെ ഹെൽത്ത് ടൂറിസം ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവാണെന്ന് തന്നെ പറയാം. കാരണം ഇനി ഗൾഫിനെ പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മളിപ്പം കേരളത്തിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്കോ ഇനി വരുന്ന ഹെൽത്ത് ടൂറിസം വരുന്നത് പ്രത്യേകിച്ച് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നായിരിക്കും കൂടുതൽ വരാൻ സാധ്യതയുള്ള രാജ്യങ്ങൾ. അതിലാണ് ഡെവലപ്മെൻറ്റ് കുറവുള്ള സാധനങ്ങൾ. ഈ ചെന്നൈ ഭാഗങ്ങളിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ആ വെല്ലൂർ ഭാഗങ്ങളിലേക്ക് വരുന്ന ഏറ്റവും കൂടുതൽ വരുന്നത് ബംഗ്ലാദേശിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നൊക്കെയാണ് ആൾക്കാർ. ശ്രീലങ്കയിൽ നിന്നുള്ള ആൾക്കാർ നമുക്ക് റിസീവ് ചെയ്യാൻ ലിമിറ്റേഷൻ ഉണ്ട്. കാരണം അവർക്ക് തമിഴ് സംസ്കാരമായിട്ട് കുറച്ച് ബന്ധമുള്ളത് കൊണ്ട് ചെന്നൈയിലേക്ക് പോകുന്നു. അപ്പോൾ കേരളം ഈ ഹെൽത്ത് ടൂറിസത്തിൻ്റെ അകത്ത് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള വലിയ ക്വസ്റ്റ്യൻ മാർക്ക്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു കാര്യമായിട്ട് കോൺക്ലേവ് നടത്തിയിരുന്നു. ഇത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളൊരു ചോദ്യം തന്നെയായിരുന്നു. ഇത് അതുകൊണ്ട് അതിന് പോസിറ്റീവായിട്ടുള്ള വേറൊരു വശം പറയാം. ഈ NRIകളുണ്ട്, നമുക്ക് കേരള NRI, കേരളത്തിൽ നിന്നുള്ള കുറേ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് ഉണ്ട്. അത് ഈ കണ്ണൂർ എയർപോർട്ട് വളരെ ശക്തമായിട്ട് സഹായിക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. അപ്പോൾ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സംഘർഷത്തിൽ തുടങ്ങി സംഘർഷത്തിൽ തന്നെ നമുക്കിത് അവസാനിപ്പിക്കാം. അപ്പോൾ കൈരളി ബുക്സ് ഒരു പുസ്തകം ഇറക്കിയായിരുന്നു, ആ താലിമാല തേടി ആരും വന്നില്ല എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അതവിടെ ഉണ്ടാവും, അത് എഴുതിയത് ഞാനാണ്. 38 വർഷം ഈ സംഘർഷം, കൊലപാതകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, KV സുധീഷ് എന്ന വിദ്യാർത്ഥി നേതാവിനെ വീട്ടുകാരുടെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ കുടിലിട്ട് വെട്ടിക്കൊന്നു. KT ജയകൃഷ്ണൻ എന്ന അധ്യാപകനെ
സ്കൂൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് വെട്ടിക്കൊന്നു. ഇതെല്ലാം 10-40 കഷ്ണമായിട്ടാണ് മനുഷ്യൻ മാറിയത്. ജയകൃഷ്ണൻ്റെ സുധീഷിൻ്റെ കൊലപാതകം സ്വന്തം മാതാപിതാക്കളാണ് കണ്ടതെങ്കിൽ അധ്യാപകനെ കൊന്നത് 6Bയിലെ കൊച്ചുമക്കളാണ്. അതിനകത്ത് അന്ന് കണ്ടിട്ട് അതിൻ്റെ മാനസികാഘാതത്തിൽ ഒരു പെൺകുട്ടി ജീവിച്ച് ഈ സമീപകാലത്ത് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഈ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുത്ത ഡോക്ടർ വരെ ഒടുവിൽ ജീവൻ ഒടുക്കുകയാണ് ചെയ്തത്. ആ കഥയെല്ലാം പറയുന്നൊരു പുസ്തകം, അത് ഇറക്കിയത് കൈരളി ബുക്സാണ്. ആ പുസ്തകത്തിൻ്റെ 5ാം പതിപ്പ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതിവിടെ ഉണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആ വിഷയം എടുത്തത്. ഇനി നമുക്കിപ്പം ഈ ഫ്ലൈറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ട്രെയിനിനെയാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ ഹൈടെക് ആകുകയാണ്. അപ്പോൾ കണ്ണൂരിൻ്റെ റെയിൽവേയുടെ മുഖം മാറുന്ന ഒരു പ്രൊജക്റ്റ് കണ്ണൂരിൽ വരികയാണ്. അത് 300 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് കണ്ണൂർ ഒരു ഹൈടെക് റെയിൽവേ സിറ്റിയായി മാറാൻ പോവാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നതും ഡോക്ടർ ഹസൻ കുഞ്ഞിയാണ്. ഇയാൾ ഫുട്ബോൾ രംഗത്തുണ്ട്, അങ്ങനെ പല രംഗത്തുണ്ട്. പക്ഷെ നമുക്ക് ഇതൊന്നും അറിയണ്ടേ, നമ്മുടെ ഗതാഗതം സുഗമമായാൽ വികസനം താനെ വരുമെന്നാണ്. അപ്പോൾ അതെന്തൊക്കെയാണ് പ്രൊജക്റ്റ്, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഈ റെയിൽവേയുടെ പ്രൊജക്റ്റിനെ കൊണ്ട് പറയുന്നതിന് മുമ്പ് ഈ നിരൂ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഞാൻ ആദ്യം എയർപോർട്ടിനെ പറഞ്ഞപ്പോൾ അത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. വിട്ടല്ല, എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ പുള്ളി പറഞ്ഞപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ഈ മെഡിക്കൽ ടൂറിസത്തിൻ്റെ സാധ്യത എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ടത്. ഒരു 6 മാസം മുമ്പ് കിംസ് ഹോസ്പിറ്റലിൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു ഇനാഗുറേഷൻ നടന്നായിരുന്നു. ഞാനതിലൊരു അതിഥിയായിരുന്നു. അവിടെ ഹൈദരാബാദിൽ നിന്ന് ഒരു 6-7 ഡോക്ടേഴ്സ് അന്ന് വന്നിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പം പറയുന്നത്. അവർ പറഞ്ഞു, കണ്ണൂരിൽ ഒരു എയർപോർട്ട് ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കണ്ണൂർ വെച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം കണ്ണൂരിൽ അതിനുള്ള സാങ്കേതികമായ അറിവുള്ള ഡോക്ടർമാരില്ല. കാരണം ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഒരു ഗ്രൂപ്പ് ഓഫ് ടീം വർക്കാണ്. ഒരു ഡോക്ടർ ചെയ്യേണ്ടതല്ല. അപ്പോൾ ആ സമയത്ത് കൃത്യമായിട്ട് കണ്ണൂരിലേക്ക് എത്തണമെങ്കിൽ അതിന് ഫ്ലൈറ്റ് വേണം. അവർ പറയുകയാണ്, കണ്ണൂരിൻ്റെ എയർപോർട്ട് ഒരു അനുഗ്രഹമായിരിക്കുകയാണ്. ഇവിടുത്തെ ഇങ്ങനെയുള്ള രോഗികൾക്ക് കണ്ണൂരിൽ വെച്ച് തന്നെ ഈ കാര്യങ്ങൾ സർജറി ചെയ്യാൻ പറ്റുന്നത് ഈ കണ്ണൂർ എയർപോർട്ട് കൊണ്ടാണെന്ന് എന്നെ അന്ന് അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുന്നവർ. പക്ഷേ ഇദ്ദേഹത്തിനൊരു കുഴപ്പമുണ്ട്, ഇദ്ദേഹം എല്ലാം നമുക്ക് കണ്ണൂരിൽ തന്നിട്ടില്ല. കൊച്ചിയിൽ ഒരു ദിവസം ഗ്രാൻഡ് ഹയാത്തിലൊരു മീറ്റിങ്ങിനിടയിൽ ഇദ്ദേഹത്തോടൊപ്പം ഞാനൊരു ആശുപത്രി സന്ദർശിക്കാൻ പോയി. ന്യൂക്ലിയർ മെഡിസിൻ ഉണ്ടാക്കുന്ന ഒരു ആശുപത്രി. ന്യൂക്ലിയർ ക്യാൻസറിനൊക്കെ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഒരു ഡോക്ടർക്ക് ഒരു ന്യൂക്ലിയർ മെഡിസിന് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യുമ്പോഴാണ് ഇദ്ദേഹം എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്? നിങ്ങൾ ആലോചിക്കണം, അത് അദ്ദേഹം കൊച്ചിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ആ ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറിയാൽ ഒരു ബങ്കറിനുള്ളിലാണ് ഈ സാധനം. അപ്പോൾ നമ്മളൊരു പ്രത്യേക കോട്ടൽ ഇടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി. അപ്പോൾ അത്തരം സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാം, അല്ലേ? കൊണ്ടുവന്നൂടെ? അല്ലേ, അതിൻ്റെ ഗുണം ഇവിടെ കിട്ടും. കാരണം ഈ ന്യൂക്ലിയർ മെഡിസിൻ ഇപ്പം നമ്മുടെ പണ്ട് നമുക്കൊരു ഗ്രാമത്തിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു ക്യാൻസർ. ഇപ്പോൾ എൻ്റെ സിസ്റ്റർ ക്യാൻസർ ഒന്ന് മരിച്ചയാളാം. ഇവിടെ ഇരിക്കുന്ന പലരുടെയും കുടുംബങ്ങളിൽ ക്യാൻസർ പേഷ്യൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ന്യൂക്ലിയർ മെഡിസിൻ പുറത്തിറങ്ങിയ ഇത്ര സമയത്തിനുള്ളിൽ പേഷ്യൻറ്റിന് എത്തണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ണൂരേക്ക് കൊണ്ടുവരണം എന്നൊരു റിക്വസ്റ്റ് അതിൻ്റെ കൂടെ അങ്ങ് വെക്കുകയാണ്. ഇനി ആ സ്ഥാപനം കണ്ണൂരിൽ കൊണ്ടുവരാത്തതിന് കാരണം ഇപ്പം ഈ മേത്തർ പറഞ്ഞതുപോലെ അതിന് ഒരു പൊട്ടൻഷ്യൽ ലൈഫുണ്ട്. ആ ലൈഫ് വളരെ കുറവാണ്. കൊച്ചിയാണ് ഏകദേശം സെൻറ്റർ ഓഫ് ദി കേരള. അപ്പം ഈ ക്യാൻസറിൻ്റെ രോഗികൾക്ക് പെറ്റ് സ്കാൻ ചെയ്യുമ്പോൾ അതിനു മുമ്പ് ചെയ്യുന്ന ഒരു ഡൈ ആണ് ഈ FDG എന്ന് പറയുന്ന സാധനം. അത് ഈ പെറ്റ് സ്കാൻ ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിന് ആദ്യം ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ലൈഫ് എവറി 110 മിനിറ്റ്സിൽ അത് ഡിപ്ലീറ്റ് ചെയ്ത് 50% തീർന്നു പോകും. അപ്പം കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും കൊച്ചിയിൽ നിന്ന് കോഴിക്കോടേക്കും ഈ സാധനം എത്തിക്കുന്നത് നമ്മൾ ഒരു പ്രത്യേക ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്. അത് ഇവർ പറഞ്ഞൊരു ഈ ബങ്കറിലാണ് ഉണ്ടാക്കുന്നത്. അതൊരു ബങ്കർ പോലത്തെ ഒരു ചെറിയ കവചത്തിലാണ് ഈ സാധനം സപ്ലൈ ചെയ്യുന്നത് തന്നെ. അതിന് ഈ ബോട്ടലിൻ്റെ വലിപ്പമുള്ള സാധനത്തിൻ്റെ വെയിറ്റ് 10 കിലോയാണ്. അപ്പം അത് അവിടെ എടുത്ത പൊന്തൂല്ല, പുള്ളി ഞാൻ എടുപ്പിച്ചിരുന്നു. അപ്പം അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അത് കേരളത്തിൽ ഒരൊറ്റൊരു സ്ഥാപനമേ ഉള്ളൂ ഈ സാധനം ഉണ്ടാക്കുന്ന കേരളത്തിലെ ഏക സ്ഥാപനം നമ്മൾ അവിടെ ഉണ്ടാക്കിയതാണ്. അത് ക്യാൻസർ പേഷ്യൻസിനാണ്. നമ്മൾ അത് ഉണ്ടാക്കിയിട്ട് 5 കൊല്ലമായി. 5 കൊല്ലം മുമ്പ് കേരളത്തിൽ ആകെ 2 പെറ്റ് സ്കാനാണ്.
അമല ഹോസ്പിറ്റലിലും പിന്നെ അമൃതയിലും. ഇന്ന് 18 ഹോസ്പിറ്റലുകളിൽ ഈ സാധനമുണ്ട്. അനദർ 6-7 എണ്ണം ഇപ്പോൾ അടുത്ത 6-5 മാസം. അപ്പോൾ ഈ സാധനം ഈ പെറ്റ് സ്കാൻ ഒരു 10 കോടി രൂപയുടെ 10-12 കോടി രൂപയുടെ ഒരു എക്യുപ്മെൻറ്റ് വാങ്ങിയിട്ട് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കണമെങ്കിൽ ഈ സാധനം വേണം. ഈ സാധനം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ. അപ്പോൾ അതൊരു ഒരു വലിയ ഒരു കാൽവെപ്പാണ് നമ്മൾ നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ക്യാൻസർ എന്ന് ഇവർ പറഞ്ഞ പോലെ ക്യാൻസർ എന്ന് പറയുന്നത് എവരി 10 പേരിൽ 3 പേര് ക്യാൻസർ പ്രോൺ ആയിട്ടാണ്. 10 പേരിൽ 3 പേർ. അത്രത്തോളം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അത് എങ്ങനെയാണ് എന്തുകൊണ്ടാണെന്നുള്ളത് ഡോക്ടർമാർക്ക് പറയാൻ പറ്റും, അനുഭവം പറയായിരിക്കും. പിന്നെ എന്നോട് ചോദിച്ചു റെയിൽവേ സ്റ്റേഷൻ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ പിന്നെ ആദ്യത്തെ പിന്നെ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്ര ഗവൺമെൻറ് ലീസിന് കൊടുത്തത് കേരളത്തിൽ ആദ്യം കണ്ണൂരാണ്. കണ്ണൂരിൽ മൊത്തം 8 ഏക്കറോളം കണ്ണൂരിൻ്റെ പിന്നെ റെയിൽവേ സ്റ്റേഷൻ ചുറ്റുമുള്ള 8 ഏക്കർ ലാൻഡുകളും ഡെവലപ്പ് ചെയ്യാനുള്ള 45 കൊല്ലത്തെ ലീസ് ആണ് എനിക്ക് തന്നിട്ടുള്ളത്. ഈ 8 ഏക്കറിൽ കുറേ റീഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. അതായത് റെയിൽവേക്ക് ആവശ്യമുള്ള കുറേ പ്രസ്ഥാനങ്ങൾ അവിടെ ഉണ്ട്, പണി തുടങ്ങിയിരിക്കുകയാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൻ്റെ 1/2 കിലോമീറ്റർ റോഡ് മുത്തപ്പൻകാവ് മുതൽ മുനീശ്വരൻകോവ് വരെയുള്ള അവിടെ കാണുന്ന മുഴുവൻ ഈ പഴയ കെട്ടിടവും പഴയ മരങ്ങളൊക്കെ മുറിച്ച് അവിടെ പിന്നെ ഒരു വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് വരാൻ പോവുകയാണ്. ഒരുപക്ഷെ 2-3 കൊല്ലം കൊണ്ട്, ദൈവം സഹായിച്ചാൽ 2-3 കൊല്ലം കൊണ്ട് അത് പൂർത്തിയാവും. 3 കൊല്ലം ആവണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിന് മുമ്പ് തന്നെ തീർക്കാനാണ് എൻ്റെ പിന്നെ ആഗ്രഹം. അത് മൊത്തത്തിൽ വന്നു കഴിഞ്ഞാൽ കണ്ണൂരിൻ്റെ മികച്ചായ മാറും. കണ്ണൂർ ടൗണിൻ്റെ ഒരു വികസനത്തിൻ്റെ ഒരു വ്യവസായത്തിൻ്റെ ഒരു ഷോപ്പിങ്ങിൻ്റെ ഹബ്ബായിരിക്കും ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. കാരണം അവിടെ വരാൻ പോകുന്നത് ഒരു ഷോപ്പ് മാത്രമല്ല, ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്, റൂംസ് ഉണ്ട്, പിന്നെ റിക്രിയേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്. ഈവൻ ഒരു പക്ഷേ അതിലൊരു കൺവെൻഷൻ സെൻറ്റർ പോലും അതിൽ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. തൊഴിൽ സാധ്യത എത്രമാത്രം ഉണ്ടാവും? തൊഴിൽ സാധ്യത എന്ന് വെച്ചാൽ കുറച്ച് ഇവിടെ ഉണ്ടാവും. പക്ഷേ അതിനേക്കാളും കൂടുതൽ ഇപ്പോൾ കണ്ണൂർ വരുന്ന ഒരു ടൂറിസ്റ്റ്, മധുസ പറയുമായിരിക്കും പിന്നീട്, ഒരു ടൂറിസ്റ്റിന് എവിടെ പോകണം? ഇന്നലെ ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഒരു 5-6-7 പേരോളം ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മീറ്റിങ്ങിന് ഇന്നലെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഫുൾ ഡേ ഉണ്ടായിരുന്നു. അവരത് കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു എന്നോട്, എവിടെയാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. എന്താണ് എനിക്ക് വസതി, ഐ വാസ് ഇൻ ബാഡ് ഷേപ്പ്, എന്താ പറഞ്ഞു കൊടുക്കുക, എവിടെ പോകേണ്ടത്? ആശുപത്രിക്ക് പോകാൻ പറ്റുമോ? ആശുപത്രിയാണ് ഇവിടെ കൂടുതൽ ഫുള്ളെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ പറഞ്ഞു അവർക്ക് പിന്നെ ഒരു സ്ത്രീക്ക് ഏതോ പരശ്ശിനിക്കടവിൽ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ അത് ഏർപ്പാടാക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ കോട്ട പറഞ്ഞു കൊടുത്തു. പിന്നെ എനിക്കൊന്നുമില്ല. അവസാനം അവർ പോയത് ക്യാപിറ്റൽ മോളിലേക്കാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ കണ്ണൂരിൻ്റെ. അപ്പോൾ കണ്ണൂരിന് ഇതൊക്കെ ആവശ്യമാണ്. ഇതിനൊക്കെ ആവശ്യം മാത്രമല്ല, ഇതിനൊക്കെ സാധ്യതയുമുണ്ട്. ഇവിടുത്തെ ജനങ്ങളത് ആഗ്രഹിക്കുന്നുമുണ്ട്. ഒരു പക്ഷേ ഈ ആഗ്രഹങ്ങൾക്ക് ഒരു പക്ഷേ ഒരു പരിധി വരെ വിരാമം ഇടാൻ ഈ പ്രൊജക്റ്റ് കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞു. കാരണം കണ്ണൂർ നഗരത്തിൽ നമ്മൾ ആലോചിക്കണം, ആ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മാത്രം 300 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ പലർക്കും അവിടെ ബിസിനസ്, തൊഴിൽ, മറ്റു രീതിയിലുള്ള എല്ലാ മുന്നേറ്റങ്ങളും ഉണ്ടാകും. ഏതെങ്കിലും ഒരു തിരുവനന്തപുരത്തുകാരൻ അല്ലെങ്കിൽ കൊച്ചിക്കാരൻ കണ്ണൂർ കാണാനോ കാസർഗോഡുകാരനോ വന്നിട്ടുണ്ടോ? വരാൻ പറ്റില്ല. ഇവിടെ അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഈ കായലും കടലും പുഴയും കുന്നും മലയും എല്ലാം സ്വന്തമായുള്ള മണ്ണ് നമ്മുടെ മണ്ണ് തന്നെയാണ്. ഇപ്പോഴും കഴിഞ്ഞ 50 വർഷമായിട്ട് എന്തായിരുന്നു, നമ്മൾ കുട്ടികളെ നേരെ ഗൾഫിലോട്ട് ഈ അറബിയുടെ പാത്രം കഴുകാൻ അയക്കുക.